ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. വടക്കാഞ്ചേരി നഗരസഭ 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ പ്രതിഷേധവുമായി കോൺഗ്രസ് നേതൃത്വം 21-ന് നഗരസഭയിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോൺഗ്രസ് പാർലമെന്ററി ചെയർമാൻ കെ അജിത് കുമാർ, മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മയിൽ, മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് CH ഹരീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വടക്കാഞ്ചേരി നഗരസഭ 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ വികസന മുരടിപ്പ്, അഴിമതി, കെടുകാര്യസ്ഥത എന്നിവയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് നേതൃത്വം 21-ന് നഗരസഭയിലേക്ക് മാർച്ച് നടത്തും. മുൻ മന്ത്രി CN ബാലകൃഷ്ണന്റെ സ്വപ്നമായിരുന്നു വടക്കാഞ്ചേരിയെ നഗരസഭയാക്കുക എന്നത് എന്നും CPM നഗരസഭാ രൂപവത്കരണത്തോട് തികഞ്ഞ നിസ്സഹകരണമാണ് സ്വീകരിച്ചത് എന്നും നഗരസഭയുടെ കഴിഞ്ഞ 8 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടാണ് നഗരസഭയ്ക്കെതിരായ ഏറ്റവും വലിയ കുറ്റപത്രമെന്നും നഗരസഭയുടെ ജനദ്രോഹം, അഴിമതി എന്നിവയ്ക്കെതിരെയാണ് അന്തിമ സമരത്തിലേക്ക് ഇറങ്ങുന്നത് എന്നും 21-ന് കോൺഗ്രസ് നടത്തുന്ന നഗരസഭാ മാർച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധ പോരാട്ടങ്ങളുടെ തുടക്കമാണ് എന്നും വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർമാൻ കെ അജിത് കുമാർ, മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മയിൽ, മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് CH ഹരീഷ് എന്നിവർ പറഞ്ഞു. വ്യാപാരി വ്യവസായി പുതിയ നിർദ്ദേശങ്ങൾ കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്ഥലവും മിക്സഡ് സോൺ ആക്കിക്കൊണ്ട് നിലവിലുള്ള റോഡുകൾ വീതി കൂട്ടുന്നതിന് ഇപ്പോൾ വെച്ചതിനേക്കാൾ പരിധി കുറച്ച് ഒരു ജനങ്ങൾക്ക് കൂടി അഫോർഡബിൾ ആയ രീതിയിലേക്ക് മാസ്റ്റർ പ്ലാൻ ആക്കിയിട്ടാണ് നമ്മൾ ഐക്യകണ്ഠേന അംഗീകരിച്ചത്. പക്ഷെ കൊടുക്കുമ്പോൾ വീണ്ടും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെ മാറ്റങ്ങൾക്ക് വിധേയമാണ് ഇനി വന്നാലും എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോൾ എതിർക്കുന്നില്ല, മാസ്റ്റർ പ്ലാൻ അംഗീകരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത് മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ എൻ്റെ ഒരു പ്രാരംഭ ഇത് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ തുടങ്ങിയ എഞ്ചിനീയറിംഗ് കോളേജ് എന്തിനു വേണ്ടിയാണ് നടത്തിയത്? 13 കോടി രൂപ ചിലവായി. എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്നില്ല, അത് പ്രായോഗികമല്ല എന്ന് പറഞ്ഞു. ശരി, എന്നാൽ വേറെ എന്തെങ്കിലും സ്ഥാപനം കൊണ്ടുവരാൻ പറഞ്ഞു. സിവിൽ സപ്ലൈസിൻ്റെ ഗോഡൗൺ ആക്കാനാണ് ഒരിക്കൽ തീരുമാനിച്ചത്. അന്ന് നമ്മൾ അതിനെ എതിർത്തു. ഇപ്പോൾ നഴ്സിംഗ് കോളേജ് കൊണ്ടുവരും, ഫാർമസി കോളേജ് കൊണ്ടുവരുമെന്ന് ഇപ്പോഴത്തെ MLA പറയുന്നു. ഒരു കാര്യം പോലും മുന്നോട്ട് പോയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ 2 ശ്മശാനങ്ങൾ, ഇലക്ട്രിക് ശ്മശാനം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. 2 ശ്മശാനം അവിടെ പൂട്ടിയിട്ടു. ഇപ്പോൾ അവിടെ കാട് വെട്ടി തെളിക്കുന്നുണ്ട്. എന്തിനാന്ന് അറിഞ്ഞുകൂടാ. ഈ നാട്ടിലെ ആളുകളൊക്കെ 6000-7000 ചിലവാക്കി ഇവിടേക്ക് കൊണ്ടുപോവാണ് ചെറുവൃത്തിക്ക്. ഇവിടെ 2500 രൂപ ഉണ്ടെങ്കിൽ ഇവിടെ സംസ്കരിക്കാമെന്നിരിക്കെ എത്ര കാശാണ് ആളുകളെ നശിപ്പിക്കുന്നത്. റൈറ്റ് വിഷൻ ന്യൂസ്, വടക്കാഞ്ചേരി. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ, ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി.